അവരെത്തി. എന്താ മോളെ, സുഖമാണോ? എത്ര നേരമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. താമസിച്ചു പോയില്ലയോ? ഈ അംബാസഡറായതുകൊണ്ടാ ഇത്രയും താമസിച്ചു പോയതേ. മാരുതിയിലായിരുന്നെങ്കിൽ പ്ലെയിനെ പറക്കുന്ന പോലെ ഇനി വന്നേനെ. ഇതൊന്നും പോരാന്നിട്ട് ഇപ്പൊ വേറെ ഒരെണ്ണം ബുക്ക് ചെയ്തിരിക്കുക. എന്നതാണ് അതിന്റെ പേര്? ഓ എന്റെ അമ്മച്ചി, ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. അതന്നെ. അല്ല, നിങ്ങൾ ഈ കാറൊന്നും മേടിക്കുന്നില്ലയോ? ഓ, വല്ലപ്പോഴും ഇച്ചിരി എണ്ണ തേച്ച് കുളിക്കണമെന്ന് വെച്ച് ആരെങ്കിലും വൈദ്യശാല വിലക്ക് വാങ്ങിക്കാറുണ്ടോ? അല്ലടാ മോനെ. അതന്നെ. അല്ലെങ്കിൽ അമ്മച്ചിക്ക് ടൂറിസ്റ്റ് ടാക്സി യാത്ര ചെയ്യാനാ ഇഷ്ടം. അല്ല, അപ്പൊ ഇവിടെ ഇങ്ങനെ നിക്കണോ? അകത്തോട്ടിരിക്കാം. ദേവിച്ച, എന്തിരിപ്പായിരിക്കുന്ന? അവരെല്ലാം വന്നിരിക്കുന്നു. വാ, എണീറ്റു വാ. വരുന്നുണ്ട്. ഇരിക്കെ. അല്ല, അങ്കിളിന് നല്ല സുഖമില്ലാന്ന് തോന്നുന്നു. പ്ലെയിൻ ടിക്കറ്റ് ശരിയായ ഉടനെ മടങ്ങി പോകണമെന്ന് പറഞ്ഞു നിൽക്കുക ഡേവിച്ചൻ. അയ്യോ, നാട്ടിൽ വന്നിട്ട് ഇത്ര പെട്ടെന്ന് അങ്ങോട്ട്? അവിടെ ബിസിനസ് അല്ലേ, പിന്നെ എനിക്ക് ഒരുത്തനെ വിശ്വാസമില്ല. സ്വന്തം മോളെ പോലെ അപ്പച്ചനും അമ്മച്ചും എന്നെ നോക്കുന്ന എല്ലാം കർത്താവിന്റെ അനുഗ്രഹം. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എന്തുണ്ട് വിശേഷം? എന്ത് വിശേഷം? ഒരു വിശേഷമില്ലേ? അറ്റ്ലീസ്റ്റ് ഹണിമൂൺ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് എങ്കിലും പറഞ്ഞതാ. ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയി നിങ്ങള്? അയ്യടി, പെണ്ണിന്റെ ഒരു കിന്നാരം. രണ്ടുപേരും കൂടി എന്നതാ ഒരു കൊച്ചു വർത്താനം. ഓ, ഇതുങ്ങള് സംസാരിക്കാൻ തുടങ്ങിയ നേരം വെളുക്ക് നടമര ഇരുന്നോളും. ഉറക്കം പോലും കളഞ്ഞു. അയ്യോ, അപ്പൊ അപ്പഴാ ഉറങ്ങുന്നേ? പകല് മുഴുവൻ ഉറങ്ങി ആ ക്ഷീണം തീർക്കും. ദീന പോയതോടെ എവിടെ കളിയും ചിരിയും ഉത്സാഹവും പകുതി ഉറങ്ങും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ, ഷേലി അങ്ങോട്ട് പോര്. എന്നാത്തിനാ ഹോസ്റ്റലിലൊക്കെ നിന്ന് കാശ് കളയുന്നേ? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വളരെ അടുത്തല്ലേ കോളേജ്. അയ്യോ, അത് ശരിയാവില്ല. ചേച്ചിയുടെ കൂടെ താമസിച്ച വാചകം മാത്രമേ നടക്കൂ, പഠിത്തം നടക്കുകയില്ല. ചാക്കോച്ചൻ എന്റെ അടുത്ത കൂട്ടുകാരനാണെങ്കിലും ഒരുപക്ഷെ ഇഞ്ചക്കാടന്മാരോടുള്ള വിരോധം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഞാൻ ന്യായമായി സംശയിച്ചു. പക്ഷെ ഇപ്പോ ഔസപ്പച്ചൻ കൂടി പറഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി. നീ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. അമ്മച്ചി, ചുങ്കത്തറ വലിയ മുതലാളിയുടെ ഏറ്റവും അടുത്ത് വിശ്വസനായിരുന്നു നമ്മുടെ ഇച്ചായൻ. ഇച്ചായനോട് ചോദിക്കാതെ മുതലാളി ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഇവരുടെ അടുപ്പം കാരണം ഇഞ്ചക്കടമ്പത്തായിക്ക് അവിടെയുള്ള സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് അയാൾ ഭയപ്പെട്ടു. നീ എന്തായി പറഞ്ഞു വരുന്നത്? എന്തായാലും ഞാൻ നാളെ പോകും. ഞാൻ പറയുന്ന വിവരങ്ങൾ തൽക്കാലം പിള്ളേർ അറിയരുത്. നീ എന്നെ ആദ്യ പിടിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറവാണി. ഇച്ചായന്റെ മരണം ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല അമ്മച്ചി. പൊന്നിച്ചനെ കൊന്നതാ. പൊന്നിച്ചന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഇഞ്ചക്കാരൻ മത്തായി ക്രിസ്തുമസിന്റെ തലേന്ന് രാത്രി
എന്ത് പറ്റി ഇങ്ങോട്ടൊക്കെ? വേണ്ട 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 വേണ്ട, പെട്ടിയൊക്കെ വെച്ചേക്ക് കുഞ്ഞെ, ഞാനിപ്പോ താഴോട്ട് വരാം. ബീനക്കുഞ്ഞെ, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. പിന്നെ എന്തൊക്കെയുണ്ട് കുഞ്ഞെ വിശേഷങ്ങള്? അന്നക്കുട്ടി അങ്ങ് മെലിഞ്ഞു പോയല്ലോ. അയ്യോ, ആരാണ്ട് കണ്ണു വിട്ടതാ കുഞ്ഞെ. കുഞ്ഞു നടന്നോ, ഞാൻ എടുത്തോണ്ട് വന്നോളാം. അയ്യോ, ഇത് ആര്? ഷേണി മോളോ? വരുന്നവരെ അറിയിച്ചായിരുന്നു. ആറായിക്ക് വരുന്നല്ലോ. നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയതാ. താണ്ടമ്മച്ചിക്കൊക്കെ സുഖമാണോ മോള്? വാ വാ, നീ എന്തൊന്നും അറിയിക്കാതെ? നിന്റെ അടുത്ത് വരെ എന്തോന്ന് അറിയിക്കാൻ. വാ ഇരിക്കെ. പിന്നെ നിനക്ക് മറ്റൊരു സർപ്രൈസ് ന്യൂസും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ്? ഞാൻ ഇനി ഇവിടെ തന്നെ ഞാൻ കൂടിയാലോ എന്ന് വിചാരിക്കുക. അത് നല്ല കാര്യമാ. അന്യ വീടൊന്നും അല്ലല്ലോ, ചേച്ചിയുടെ വീടല്ലേ? ആ അത് തന്നെ. ഇവിടെ താമസിച്ച് കോളേജിൽ പോവാന്ന് അന്നമ്മച്ചി നിർബന്ധിച്ചപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആ, പിന്നെ അതേപ്പറ്റി ഓർത്തപ്പോ അമ്മച്ചിയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് വല്ലാതെ വിഷമം തോന്നി. പിന്നൊന്നും ആലോചിക്കാൻ നിന്നില്ല, നേരെ ഇങ്ങ് പോന്നു. അപ്പൊ എങ്ങോട്ട് പോകുന്നത് വീട്ടിൽ അറിയാവോ? ആ, ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാ പോന്നത്. എന്നാ നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കെ, ഞാൻ പോയി ഇത്തിരി കാപ്പി ഇടട്ടെ. ഓടി അപ്പുറത്ത്. ആരെ കണ്ടാലും വായി നോക്കി നിൽക്കും. അപ്പുറത്തോട്ട് വരാൻ. നീ വാ, നമുക്ക് മുകളിലേക്ക് പോവാം. ഇതാ നിങ്ങളുടെ ബെഡ്റൂം. ആഹാ, ഇതെന്തെടുത്തു? കല്യാണം കഴിഞ്ഞതിന് പിറ്റേ ദിവസം സ്റ്റുഡിയോ പോയി എടുത്തതാ. നന്നായിട്ടുണ്ട്. ഇതിന്റെ 1-2 കോപ്പീസ് എനിക്ക് വേണം. കോളേജിലെ ഫ്രണ്ട്സിനെ കാണിക്കാനാ. ഇവിടുന്ന് കോളേജിൽ പോയി പഠിക്കാൻ അമ്മച്ചി പറഞ്ഞപ്പോ നീ അന്ന് കേട്ടില്ലല്ലോ. ഇപ്പൊ എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? അത് പുതിയ മാറ്റിന് ഞാനുമായിട്ടൊന്ന് തെറ്റി. എന്താ കാര്യം? മെസ്സിന്റെ കാര്യം പറഞ്ഞ് ഉടക്കിയതാ. അവിടുത്തെ ഫുഡൊന്നും രുചിയില്ല. മാത്രമല്ല ഹോസ്റ്റലിൽ പഠിക്കാൻ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എത്ര പെട്ടെന്ന് നീ നിന്റെ അഭിപ്രായമൊക്കെ മാറ്റുന്നത്? മാറ്റേണ്ട സാഹചര്യം വന്നതുകൊണ്ടാണെന്ന് മാത്രം ചേച്ചി മനസ്സിലാക്കിയാൽ മതി. പിന്നെ എങ്ങനെയുണ്ട് നിന്റെ അമ്മായിമ്മ? അയ്യോ, പഞ്ചപാവാ. എല്ലാവരും നല്ല പ്രകൃതക്കാരാ. ഇത്രയധികം യോജിപ്പുള്ള ഒരു കുടുംബം ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. മോളെ, ഷേലി ചോറിനാൻ വിളിക്കേ. അവള് കുളിക്കാൻ പറ്റി. സോറി, താഴെ ബാത്റൂം വെള്ളമില്ല. ഇനി നിങ്ങൾ ഇരിക്കും, അമ്മച്ചി വിളമ്പി തരാം. അമ്മച്ചി അവിടെ ഇരുന്നു, ഞാനിന്ന് വിളമ്പിത്തരാം. ഇല്ല, ഞാൻ വിളമ്പാ. നിങ്ങൾ ഇരിക്കും, ഞാൻ വിളമ്പാന്ന് പറഞ്ഞു. അമ്മച്ചി അമ്മച്ചി അവിടെ ഇരുന്ന് ഞാൻ വിളമ്പിത്തരാം. ഞാൻ വിളമ്പാൻ. അത് പറ്റത്തില്ല. ഞാൻ എന്തൊരു ശല്യം ഇത്. ആരെങ്കിലും ഒന്ന് പണ്ടാടി ഞങ്ങൾ ചുട് മൂട് വിളമ്പിയേ. ആ അതെ. ഇനി കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഇച്ചാന് ഞാൻ തരത്തില്ല. 8 തടി കൂടുതലാ. എനിക്കിട്ടോളൂ, ഞാൻ പൂർണ്ണ വളർച്ചെത്തിയ ആളാ. അത് തന്നെ തുടങ്ങി. അപ്പച്ചാ, ഈ കറി കൂട്ടി നോക്കിട്ട് പറയണേ, ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. ഇത് അസലായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ലൊരു കറി ഞാൻ കഴിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ പിന്നെ ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ല കറി ഞാൻ കഴിച്ചിട്ടില്ല. നാളെ ഉണ്ടോ ഇങ്ങനെ പറയാൻ? അതെ, ഇതിനൊരു സഭയിൽ കൂട്ടാൻ കൊള്ളില്ലെന്നേ. ചീപ്പ് 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 എന്നെ ചാറ് ഒഴിക്കാൻ പറഞ്ഞു എന്റെ പൊന്നെ. അതെന്നെ കുറെ കൂടെ ഒഴിച്ചോട്. അപ്പച്ചാ, ഇനി ഇവിടുത്തെ കുക്കിങ്ങിന്റെ ചാർജ് ഞാൻ ഏറ്റെടുക്കാൻ പോവാ. അപ്പൊ മോൾക്ക് കോളേജിൽ പോണ്ടേ? വീട്ടുജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കോളേജിൽ പോകാൻ സമയം എടുക്കല്ലേ? എടാ, നീ ഇതുവരെ എവിടെ പോയി കിടക്കായിരുന്നു? എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട അമ്മച്ചി. എന്നാ മോനെ നിന്റെ മുഖം അല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല,
അമ്മച്ചിക്ക് തോന്നുന്നതാ? ആ പിന്നമ്മച്ചി ഇന്നലെ നടന്നൊരു സംഭവം നോക്കേ. അയ്യോ വല്ലാത്ത തലവേദന. എന്റെ വേളാങ്കണ്ണി മാതാവേ, എന്റെ കുഞ്ഞിന്റെ തലവേദന മാറ്റിയ ഞാൻ പൊന്നോണ്ട് എന്താ അപ്പച്ച? എന്റെ മോളെ, ഈ മാസം ഇവള് നേരുന്ന 15ാമത്തെ നേർച്ചയായത്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇവളിങ്ങനെ നേർച്ച നേർന്ന അവസാനം ഞാൻ വേളാങ്കണ്ണി മാതാവിന്റെ തിരുമുറ്റത്തെ എന്ന് പിടിച്ചെടുക്കേണ്ടി വരും. അതന്നെ. എന്റെ നമ്മൾ അയാളെ കൊണ്ട് പള്ളിയിലെത്താൻ കുറച്ച് വൈകിപ്പോയി. അല്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ലായിരുന്നു. ഏയ് അവന് എന്നാത്തിന് കൊള്ളാം? വെറും വാഴപ്പിണ്ടി. അവിടെ ഭരണം നടത്തുന്ന മുഴുവൻ ആ തള്ളയല്ലയോ? അതെന്നാത്തിനാ? സ്വന്തം ചേട്ടനെ കൊന്ന് ഇഞ്ചക്കടം മത്തായി എന്ന് അറിഞ്ഞിട്ടും അവന് വല്ല ചൂടുണ്ടായിരുന്നു. വന്ന് കല്യാണം കൂടി വെച്ച് സുഖമായിട്ട് അവൻ തിരിച്ചുപോയി. എന്റെ ഇച്ചായോ, സത്യത്തിൽ ഈ കല്യാണം മുടങ്ങിയിരുന്നെങ്കിൽ ഇഞ്ചക്കാടൻ മത്തായി തല നിവർത്തി പിടിച്ച് നാട്ടിൽ കൂടെ നടക്കില്ലായിരുന്നു. നമുക്ക് നല്ലൊരു അവസരമാണ് നഷ്ടമായത്. അവസരങ്ങളൊക്കെ ഇനിയും ഉണ്ടാകൂടാ. നിങ്ങളുടെ അപ്പച്ചനെ പറ്റിച്ചുണ്ടാക്കിയ കാശ് ആ മത്തായി മക്കളും ഇന്ന് അനുഭവിക്കുന്നത്. അധികനാൾ അവരങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട. അന്നേ ഞാൻ ഇച്ചായനോട് പറഞ്ഞതാ മത്തായിയെ വിശ്വസിക്കരുതെന്ന്. കേട്ടില്ല? തോമാച്ചനെ മാത്രമല്ല, ഇച്ചായനെ കൂടി അവൻ തട്ടിയനെ. പിന്നെ എന്നെ ഒരുത്തനെ പേടിച്ചിട്ടാ. അതുകൊണ്ടല്ലേ ഇച്ചായൻ മരിച്ച ഉടനെ അവൻ പോയി പുതിയ കട തുടങ്ങിയത്. എന്തൊക്കെ പറഞ്ഞാലും നാട്ടുകാരുടെ മുമ്പിൽ മത്തായി പുണ്യവൻ തന്നെയാ. ആ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മത്തായിയുടെ തനി സ്വരൂപം നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പച്ച കാപ്പി. ആഹാ, മോളാണോ കാപ്പി കൊണ്ടുവരുന്നത്? ഇവിടെ വേറെ ആരുമില്ലേ? അതിനെന്താ അപ്പച്ച, ഞാൻ കാപ്പി കൊണ്ടുവന്നാ കുടിക്കാൻ കൊള്ളൂലേ? ഏയ് അതല്ല മോളെ, ഇത്ര ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് മോളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാന്ന് വെച്ചാ മോശല്ലേ? ഒരു മോശമില്ല. എന്നാലും അപ്പച്ച ഒത്തിരി കാപ്പി കുടിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാ കടയിൽ പോകുന്നതിന് മുമ്പ് എനിക്കൊരു 3 കാപ്പിയെങ്കിലും കുടിക്കണം. അതൊരു ശീലായി പോയി. കാപ്പിയേക്കാളും നല്ലത് ചായയാ. അയ്യോ അപ്പച്ച നരച്ചല്ലോ. ആര് മരിച്ചു? മരിച്ചെന്നല്ല, മുടി നരച്ചെന്ന്. വയസ്സായില്ലേ, അപ്പൊ പിന്നെ നരക്കില്ലേ? അപ്പച്ചൻ എന്താ ഡൈ ചെയ്തൂടെ? ഓ, ഇനി മുടിയൊക്കെ കറുപ്പിച്ച് ചെറുപ്പക്കാരനായിട്ട് എന്ത് കാര്യം? അതുമല്ല, ഇതൊക്കെ തേച്ച് പിടിപ്പിക്കാൻ വലിയ പാടാ. അതൊക്കെ അപ്പച്ചന് തോന്നുന്നതാ. ഇതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ. ഈ നരച്ച മുടിയൊക്കെ ഒന്ന് കറുപ്പിച്ചാൽ തന്നെ മുഖത്തിനൊരു പ്രത്യേക ഐശ്വര്യം വരും. ഞാൻ ഇതുവരെ ഡൈ ഒന്നും ഉപയോഗിച്ചിട്ടില്ലെന്നേ. അതിനെന്താ, ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്ക്. ഞാൻ അന്നക്കുട്ടിയെ കൊണ്ട് മേടിപ്പിക്കാം. അത് വേണോ മോളെ? അയ്യോ വേണം. വരുന്നത് വരട്ടെ. ദീന ചേച്ചി പറഞ്ഞത് വളരെ ശരിയാ. ഈ വീടിന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം അമ്മച്ചിയാ. അങ്ങനെയൊന്നും ഇല്ല മോളെ, എല്ലാം കർത്താവിന്റെ അനുഗ്രഹമാ. ചിലപ്പോ എനിക്ക് അമ്മച്ചിയെ കാണുമ്പോ ഭയങ്കര അസൂയ തോന്നും. അതെന്തിനാ? അല്ല, ഈ പ്രായത്തിൽ അമ്മച്ചിക്ക് ഇത്രയും സൗന്ദര്യമാണെങ്കിൽ ചെറുപ്പത്തിൽ എന്നാ സൗന്ദര്യമായിരുന്നിരിക്കും. ഒന്ന് പോവട്ടെ. എന്റെ പൊന്നമ്മച്ചി, ഞാൻ പുകഴ്ത്തുമല്ല. എനിക്ക് തോന്നുന്ന കാര്യം ആരാന്ന് വെച്ചാല് ഞാൻ മുഖത്ത് നോക്കി പറയും. വേണേ ചേച്ചിയോട് ചോദിച്ചു നോക്കിയേ. അല്ലേ അന്നക്കുട്ടിയെ? എടി അന്നക്കുട്ടിയെ. അമ്മച്ചി അന്നക്കുട്ടിയെ വിളിക്കണ്ട. അപ്പച്ചനെ ഏതാണ്ട് മേടിക്കാൻ പോയി തോന്നുന്നു. അപ്പച്ചനെ മേടിക്കാനും? എന്തിനാ അമ്മച്ചി തിരക്കുന്നേ? അല്ല, തേങ്ങ എടുത്തൊന്ന് തിരുമായിരുന്നു. അടുക്കളയിൽ എന്തോരം പണി കിടക്കുന്നു. നേരെ ഉച്ചയായി. മോളെ ആ ഫോണൊന്ന് നോക്ക്. ഈ അന്നക്കുട്ടി ആളെങ്ങനെയാ അമ്മച്ചി? അയ്യോ പാവം പെണ്ണ, ഇച്ചിരി ബഹളക്കാരിയാണെന്നേ ഉള്ളൂ. എന്നെ ചോദിച്ചേ? അല്ല അതൊക്കെ ശരിയാ, എന്നാൽ ഒരാളും തരൊക്കെ ഇല്ലയോ? അല്ല അപ്പച്ചനാണേലും പെണ്ണിന്റെ ചിലപ്പോഴത്തെ മട്ടും ഭാവമൊക്കെ കണ്ട എനിക്ക് വെറുതെ തോന്നുന്നായിരിക്കും. ഇതാ കുഞ്ഞെ അന്നക്കുട്ടി. അന്നക്കുട്ടി എപ്പോഴും ഈ ചാട്ടയും കൊണ്ടുപോകണം കൊടുക്കാറ്? ഇത് ചെറുപ്പത്തിലെ ഇട്ട് ശീലിച്ചതാ. ഇങ്ങോട്ട് വന്നേ. എന്നാത്തിനാ ഇനി വന്നേ? കാര്യം പറയട്ടെ. ഞാൻ ആരെങ്കിലും ഇവിടെ ഇരിക്കേ. ഇതെന്തോ ഇവിടെ ഇരിക്കാൻ? അന്നക്കുട്ടി ഇത്ര ചെറുപ്പമല്ലേ, കാണാൻ എന്തൊരു ഗ്ലാമറാ. ഒരു പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടിങ്ങി വന്ന അന്നക്കുട്ടിയെ കാണാൻ വളരെ ഭംഗിയായിരിക്കും. അയ്യോ അതൊക്കെ ഇടണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ തയ്പ്പിച്ചിട്ടില്ല. അതിനെന്താ, ഞാൻ ഒരെണ്ണം തരാമല്ലോ. അയ്യോ വേണ്ട കുഞ്ഞേ. അയ്യോ കുഞ്ഞെ വേണ്ട മാരി, എനിക്ക് ദേഷ്യം വരുവേ. ദാ ഇങ്ങോട്ട് നോക്ക്. നോക്കാൻ. അയ്യോ അയ്യോ എനിക്ക് നോക്കണ്ട. നോക്ക് അന്നക്കുട്ടി, എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഒന്ന് നോക്കിയേ. അയ്യോ ഇത്രയും നല്ല ഡ്രസ്സൊക്കെ ഇട്ടോ അമ്മച്ചി വഴക്ക് പറയും. അമ്മച്ചി ഒന്നും പറയല്ല, ഞാനാ പറഞ്ഞിട്ടുണ്ട് വരാൻ. പേടിയാവുന്നു. ആരൊന്നും പറയല അന്നക്കുട്ടി. ചെല്ല് അന്നക്കുട്ടി. ഇത് ഇട്ടോണ്ട് പുറത്തിറങ്ങി നടക്കരുത്, ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോവേ. ഓ ഈ ഷേർലി കുഞ്ഞിനെ കൊണ്ട് എനിക്ക് മേല.
അയ്യോടാ, ഞാൻ വരുന്നതിന് മുമ്പ് അങ്ങ് തുടങ്ങിയോ? ചെറുപ്പക്കാരനാവാനുള്ള അപ്പച്ചന്റെ ഒരു ആവേശം കണ്ടില്ലേ? മുഖത്തൊക്കെ വെച്ച് തേച്ചോ? അയ്യേ അപ്പച്ച, അത് ഇവിടെയൊക്കെ ആയി. നീ ഉണ്ടാ, ഞാൻ തേച്ചുതരാം. കർത്താവേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയട്ടപ്പച്ച? അയ്യോ, കൊള്ളാവോ? കൊള്ളാവോന്നു? അപ്പച്ച വളരെ നന്നായിട്ടില്ലയോ? അയ്യോ, ഇതാരാത്? അന്നക്കുട്ടിയുടെ അനിയത്തിയോ? മനുഷ്യൻ ഇങ്ങനെ ഭംഗി വെക്കൂ? അന്നക്കുട്ടി ഇതൊന്ന് പിടിച്ചേ. ഇതെന്തോ പിടിച്ചേ, ഞാൻ ഇപ്പൊ വരാം. കുഞ്ഞ, ഇതെന്തിനാ? നോക്കി നിന്നാ നിന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ പറ്റില്ല. ഹേയ്, അമ്മച്ചും ചേച്ചിയൊക്കെ ഇവിടെ ഇരിക്കുവായിരുന്നോ? വേറെ ആരാ അവിടെ ഇരിക്കുന്നേ? വേറെ ആരാ? അല്ല, അപ്പച്ചന്റെ മുറി ഭയങ്കര ചിരിയ സംസാരമൊക്കെ കേൾക്കുന്നു. ചിരിയ സംസാരം? ആരാ? ആ, ഞാൻ പോയി നോക്കിട്ട് വരാം. അതെ, നീ പൊങ്ങാൻ വേണ്ടി പറയല്ല. ആ. നീ ആകെ കൂടി ഒതുങ്ങി ഒരു സുന്ദരിയായിട്ടുണ്ട്. സത്യാ മുതലാളി? പിന്നെ ദേ, ഈ രണ്ടടുത്ത് കൂടി ആ, ഒന്നടിച്ച് ഞാൻ കണ്ടു. തലേമേ വരുതട്ടാ. എനിക്ക് ഈ മുണ്ടും ചട്ടിയെടുത്ത പിശാചുക്കളെ കാണുന്നതേ ഇഷ്ടല്ല. അയ്യോ, ഈ മുതലാളിയുടെ കാര്യം. ഇതങ്ങനെ എലിക്കുട്ടി ഒന്ന് കണ്ടാ മതി, പിന്നെ തുടങ്ങില്ലേ ബഹളം. അതുകൊണ്ടല്ലേ അമ്മച്ചി ഇല്ലാത്ത തക്കം നോക്കി ഞാൻ ഇങ്ങോട്ട് വന്നത്. മുതലാളി, ദാ, നീ പോയിക്കോ, പോയിക്കോ, അല്ല, ഇനി കുറച്ചും കൂടെ ഉണ്ട്. ദാ ഇവിടെ. പോയിക്കോടി. ഇല്ല, ഞാൻ ചെയ്തോളാം മുതലാളി. വേണ്ട, നീ പൊക്കോ. നിക്കടി. അമ്മച്ചി, ഈ ഡ്രസ് എനിക്ക് ചേർച്ചയുണ്ടോ? എടി, നിങ്ങൾ ആര് പറഞ്ഞു വേഷം കേട്ടെ? ഓ, പാവാടയും ബ്ലൗസ് ഇട്ട് കൊച്ചാകാൻ നോക്കുകയാണ്. ആരെ കാണിക്കാനടി ഇപ്പോഴും അങ്ങോട്ട് എഴുന്നള്ളിയത്? അയ്യോ, ചേർലിക്കുഞ്ഞ് വന്നതാ. ഇത് ഇട്ടിട്ട് എനിക്ക് നല്ല ചേർച്ചയില്ലേ അമ്മച്ചി? ഓ, ചോർച്ച. മര്യാദയ്ക്ക് അടിച്ചിട്ട് വെച്ച് തട്ടയും കൊണ്ട് എടുത്ത് കൊടുത്തോണം. എടാ, ഇത് നല്ല കൂട്ട്. മുതലാളി പറയുന്നത് ഇത് ഇടാൻ, അമ്മച്ചി പറയുന്നത് ചട്ടയും മുണ്ട് വിടാൻ. ഞാൻ ആര് പറയണ കേൾക്കണം?